പൊഴിയുന്ന ഉത്സവൻ സൂപ്പർ സ്റ്റാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്സവൻ സൂപ്പർ സ്റ്റാർ പ്രസന്റഡ് ബൈ ഈസ്റ്റി, പവർഡ് ബൈ QNLE Innovates. നമസ്കാരം സലീമേട്ടാ. നമസ്കാരം ഡിയ. എന്ത് പറ്റി? ഇന്ന് സുന്ദരനാവാൻ തീരുമാനിച്ചോ? ഇന്നല്ലോ ഞാൻ എന്ന് സുന്ദരനാണല്ലോ, പിന്നെ തീരുമാനിക്കുന്നതിനാണ്. എന്ത് ചോദിച്ചാലും ഇങ്ങനെ കൊളത്തി കൊളത്തി പറഞ്ഞു. നമ്മള് ഫ്രണ്ട്സ് അല്ലേ? അതല്ലേ സുന്ദരനാവാൻ തീരുമാനിച്ചതുപോലെ ഞാനതല്ല. അങ്ങനെ ഞാൻ പറഞ്ഞോ? പിന്നെ സുന്ദരനല്ലാന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ തീരുമാനിച്ചതുപോലെ എന്ന് പറഞ്ഞു. അതായത് സൗന്ദര്യം ഇനിയും കൂട്ടാൻ തീരുമാനിച്ചു. കാരണം ഞാൻ അവിടെ മേക്കപ്പ് കഴിഞ്ഞ് ഞാൻ വന്നിരുന്നപ്പോ ഒരു ഡയറ്റ് ചെയ്തിട്ട് പേരക്കയും അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോ എനിക്ക് തോന്നി എന്തോ ഡയറ്റിംഗ് തുടങ്ങിയെന്ന്. അപ്പൊ ഞാൻ ചോദിച്ച സത്യല്ലേ? സത്യം. ഞാൻ കള്ളം പറയാറില്ല. കുറച്ചുകൂടി അത് അങ്ങനെ പറയണം, കുറച്ചുകൂടി സുന്ദരനാകാൻ. അതല്ലേ ഞാൻ ചോദിച്ചേ. അതല്ല നീ ചോദിച്ചെന്താ അറിയാമോ? സുന്ദരനാവാൻ തീരുമാനിച്ചല്ലേ? അതെ, സുന്ദരനാവാൻ തീരുമാനിച്ചു ചോദിച്ചാൽ ഒന്നും കൂടി സൗന്ദര്യം കൂടി. സൗന്ദര്യം ഉണ്ട്, നമുക്കൊരു കോൺഫിഡൻസ് ആദ്യം ഇല്ലേ? ഉണ്ടോ? എനിക്കുണ്ട്. പിന്നെ സൗന്ദര്യം കുറഞ്ഞു പോകുമ്പോ ചിലപ്പോ നമ്മൾ കുറച്ച് വണ്ണം കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ ഒന്നും കൂടി തീരുമാനിക്കൂലേ? അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ഞാൻ സമ്മതിച്ചു മോളെ, നീ പറഞ്ഞത് ശരി. അപ്പൊ ഓഡിയൻസ് ഒക്കെ റെഡിയാണ്, നമുക്ക് പ്രോഗ്രാംസ് തുടങ്ങല്ലേ? തീർച്ചയായും. അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കാ? അല്ല, ഇവിടെ മൊത്തത്തിലൊരു പ്രശ്നമുണ്ടോ? അല്ല, മൊത്തത്തിലൊരു പ്രശ്നമുണ്ട്. അല്ല സലീമേട്ടാ, ഒരു വല്ലാത്തൊരു ഫീല് പോലെ തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് ഫീലിംഗ് തോന്നുന്നുണ്ട്. നീ അവിടെ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ ചെറിയൊരു ഫീലിംഗ്. അയ്യോ അതല്ല, ഞാൻ തമാശയല്ല പറയുന്നേ, സീരിയസ്ലി. എന്തോ ഒരു സ്മെല്ല് വരുന്നില്ലേ? സ്മെല്ല് സമയത്തില്ല, എന്റെ വയറ് കയറണം. ദൈവമേ, ഞാൻ ആരോടാ പറയുന്ന? ഭയങ്കരമായിട്ട് എന്തോ ഒരു പാലപ്പൂ സ്മെല്ല് ഫീൽ. പാലപ്പൂ? പാലപ്പൂവ്. ഓ, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അതെ, ശരീരമൊക്കെ വല്ലാതെ ഇങ്ങനെ തണുക്കുന്ന കുളിര്. അപ്പൊ സംഭവം എടുത്തേ, ഈ H1N1 ഡെങ്കി അങ്ങനെ വല്ല പനി ആയിക്കോ, ഡോക്ടറെ കാണിച്ചാൽ മതി. അയ്യോ അതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്. എനിക്ക് തീരെ വയ്യ. വയ്യെങ്കിൽ നല്ല ഡോക്ടർമാരെ ആരെയും കൊണ്ട് കാണിക്കാം. സലീമേട്ട, ഇത് അങ്ങനെയല്ല. അങ്ങനത്തെ വയ്യായി അല്ല. ഇങ്ങനെ ഒരുമാതിരി തരിക്കുന്ന പോലെയൊക്കെ ശരീരം ഇവിടെയൊക്കെ. സീരിയസ്ലി ഞാൻ പറയാം, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി. ఇంకేం కావాలే? చాలే ఇది చాలే, నువ్వే వచ్చి వాడాలే ఇకపై తిరనాళ్ళే. గుండెల్లోన వేగం పెంచావే, గుమ్మంలోకి హోలీ తెచ్చావే. నువ్వు తక్కనుంటే అంతేనేమోనే, నాకొక్కో గంట ఒక్కో జన్మ. മനസ്സിലായില്ല. ഞാൻ ഗന്ധർവൻ. ഇതാ ഇവിടെ ഇരിക്കണം. താനാണ് ഗന്ധർവൻ. ഗന്ധർവപുര കരിഞ്ഞോർത്തുനിന്ന് വന്ന പോലെ. ഇല്ല, ഗന്ധർവൻ, യഥാർത്ഥ ഗന്ധർവൻ ഞാനാണ്.
പിന്നെ ഒരുമാതിരി ഗ്രഹനെ പിടിച്ചിട്ട് ഒരാളെ പോലെ വന്നിട്ട് ഞാൻ ഗന്ധർവന്റെ ഒക്കെ നല്ല ബോഡി, നല്ല സുന്ദര ബോഡി ആയിരിക്കുള്ളൂ. ഇതാണ് ഗന്ധർവൻ. നിങ്ങൾ സിനിമയിൽ കണ്ടേക്കണ ഗന്ധർവനല്ല, യഥാർത്ഥ ഗന്ധർവൻ. അതുപോലെ പാട്ട് ഈ പാട്ടല്ലോ വരുന്നത്. പാട്ട് ഞാൻ മാറ്റിക്കളഞ്ഞു, പാട്ട് ഞാൻ മാറ്റി. എല്ലാവർക്കും മനസ്സിലായി വീഴ്ത്താൻ വേണ്ടി വന്നതാണെന്ന്. പെണ്ണുങ്ങൾക്ക് മനസ്സിലായി, കാരണം പാട്ട് മാറ്റി പിടിച്ച. അത് തന്നെയല്ലേ ഈ റോയൽറ്റിയുടെ വിഷയം ഉണ്ടല്ലോ. ഇളയരാജയായിട്ട് ചെറിയൊരു തെറ്റലുണ്ട്. ആ പാട്ടിട്ട് കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ ഉടക്കം കയറി. കുറെ ഉണ്ടല്ലോ, എല്ലാരും ഇട്ടിട്ടുണ്ടല്ലോ. അല്ലല്ല, നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. അല്ല, നിങ്ങൾ സാധാരണ ഈ പാവയൊക്കെ ഇട്ടിട്ട് അവിടെ അതാരെങ്കിലും എടുത്തിട്ട് പോവുകയും അവിടെയൊക്കെയാണുള്ള വരവ്. എന്റെ പൊന്നോ, പാവയുടെ പരിപാടി ഗന്ധർവനായി ഞാൻ നിർത്തി. ഈ പാവ ഇടുമ്പോ മനസ്സിലാകേണ്ടത് ഇവർക്ക് ട്യൂൺ ചെയ്യാൻ വേണ്ടി വന്നാണെന്ന്. ഞാൻ ലാസ്റ്റ് അറ്റകൈ കഴിഞ്ഞ ദിവസം ഒന്ന് പ്രയോഗിച്ചു. മാരാരിക്കുളം ബീച്ചിൽ കൊണ്ടൊരു പാവ ഇട്ടേ. അപ്പൊ അവിടെ അവസാനം പാവ ഒരാൾ എടുത്തോണ്ട് പോയി. അപ്പൊ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല, ഡ്യൂട്ടിക്ക് വരാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ബീച്ചിൽ നമ്മൾ കാറ്റും പിടിച്ച് അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു 90-95 വയസ്സുള്ള ഒരു അമ്മാമ്മ, അതന്നെ അവരെടുത്തേക്കണ പാവ. ഞാൻ പിന്നെ അവിടെ നമ്മുടെ വർക്ക് നോക്കണമല്ലേ, അവിടെ ചെന്നപ്പോ അവരെന്നെ വളക്കണം, ഞാൻ വളക്കുമ്പോ അവരെന്നെ വളക്കും. ഇത് പോരാൻ പറ്റിയല്ല. പിന്നെ ഞാൻ ഓർത്താ ഏതായാലും വർക്ക് ഏറ്റു പോയല്ലേ, നമുക്ക് എന്താ കുറച്ച് അവിടെ നല്ല വെച്ചിട്ട് പോവാ. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് മേളിൽ നിന്ന് വിളി വന്നു. എന്റെ 8ാം യാമം കഴിഞ്ഞ് എനിക്ക് പോകാം. പ്രേമണത്തിന് തയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ വിവരം അടിക്കുന്ന സമയമാണ്. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് അങ്ങ് പോവാം. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ ഈ തള്ളക്ക് ഒരു രക്ഷയില്ല, അവർക്ക് വാദത്തിന്റെ അസുഖം ഉണ്ടെന്ന് എന്നോട്. പിന്നെ ഗന്ധർവൻ ചെന്ന് പോയില്ല. ഞാൻ പിന്നെ കുഴമ്പൊക്കെ ഇട്ട് രാവിലെ വരെ തിരുമ്മി പോരാൻ നേരത്തെ ഒരു പുതിയ നമ്പര്. ശ്വാസം മുട്ടിലാണ്, കൃത്രിമ ശ്വാസം കൊടുക്കണം. ഏത് ഈ സംഭവം നമ്മുടെ നാടൻ അവിടെ ജോയിന്റ് ആയേ, അത് നമ്മൾ നടത്തും. ഞാൻ വിട്ട് കളഞ്ഞു 100 വിട്ടച്ഛൻ്റെ. ഇപ്പൊ പിന്നെ വെറൈറ്റീസ് പരിപാടിയില്ല നമ്മളിപ്പം. അല്ല, ഇപ്പൊ ഇവിടെ വന്ന എന്തിനാണ്? നമ്മളിപ്പോ വേറെ സംഭവത്തിലാണ് വന്നതേ. ഇപ്പൊ അവയുടെ പരിപാടിയൊന്നും ഇല്ല. ടിക്ടോക്ക് മ്യൂസിക്കൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഓളുമാർ ലൈക്ക് ചെയ്യൂല. പിന്നെ അവരുടെ പ്രൊഫൈൽ നോക്കി എടുത്തിട്ട് നമ്മ ക്യാച്ച് ചെയ്ത് അങ്ങ് എടുക്കും. അല്ല, ഇവിടെ ആരുടെ പ്രൊഫൈലാണ്? ഇവിടെ ആർക്കെങ്കിലും തണുപ്പ് അനുഭവപ്പെട്ടായിരുന്ന? തണുപ്പ് വല്ല കുളിച്ച ആ കുട്ടിക്ക് കണ്ട. അപ്പൊ എന്റെ വീഡിയോ ലൈക്ക് ചെയ്ത അതാണ് സംഭവം. പറയണ്ട ഇത് ഗന്ധർവൻ ഒന്നും അല്ല. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രൊഫൈൽ പിക്ചർ ഫേക്ക് ആണല്ലേ? അല്ല, ആണ്. പ്രൊഫൈൽ പിക്ചർ ഫേക്ക് ആണ്. ഈ കുട്ടിയുടെ പ്രൊഫൈൽ വീഡിയോ ഇതല്ല. പിന്നെ അതിൽ ഇച്ചിരിയോടൊക്കെ ഗ്ലാമർ ഉണ്ട്. നേരിട്ട് കാണുമ്പോ ലോക തോൽവി. അതെ, സത്യം തമാശയല്ല. ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. ഗന്ധർവൻ ഇങ്ങനെയൊന്നുമല്ല, ഒരു കാട്ടുമാക്കാന്റെ ലുക്ക് ഉണ്ട് ഏകദേശം കാണാൻ. ഗന്ധർവൻ അങ്ങനെയാണ് അല്ല? സത്യമായിട്ട് എന്റെ ദൈവത്തിന് എന്നാ അങ്ങനെയാണ്, ഞാൻ തൊട്ടു നോക്കട്ടെ. സംശയം. തൊടട്ടെ? ഓ, തൊട്ടോ. ഗുളിക എടുത്തില്ലല്ലോ. എന്ത് ഗുളിക? ഷുഗറിന്റെ. എന്തിനാ? ഷുഗർ ഹൈ ആയി. അയ്യോ അയ്യോ, ഇന്ന് പണിപാളും. എങ്ങനെ ഹൈ ആയത്? ഷുഗറാ. ഈ ഇവരൊക്കെ നേർച്ച വെക്കണ സംഭവം തന്നെയാണ്. പാലും പഞ്ചസാരയും പഴവും. പിന്നെ എങ്ങനെ ഗന്ധർവന് ഷുഗർ വരായിരിക്കും? ഇതാണല്ലോ നേദിക്കണത്. ഏതായാലും വന്നല്ലേ, വെറും കേട് പോണ്ട. കാട്ടെ. ഇപ്പൊ വിശ്വാസമായ ഗന്ധർവനാണെന്ന്? ഇല്ല, ഇല്ല. ഇപ്പോഴും വിശ്വാസമായില്ലേ? അതെന്തോ ഒരു വൈബ്രേഷൻ. അങ്ങനെ ഡാൻസിനോട് ഇഷ്ടം. വന്നിട്ടുണ്ട്. എന്താണ് ഇത്? നല്ലതല്ല. വലിയ സുഖം അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാ. ഗന്ധർവ, എന്താന്നേ? നിനക്കുള്ള സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു.
എന്റെ പൊന്നു ചങ്ങായി ഇങ്ങനെ മേളിൽ നിന്ന് വിളിക്കല്ലേ, ഞാനൊരു കാര്യത്തിന് വേണ്ടി വന്നേക്കാണ്, അന്ന് റെഡിയാക്കി വരട്ടെ ഇത്. രാത്രിയുടെ 7-ാം യാമത്തിന് ശേഷമുള്ള 4-ാമത്തെ കാറ്റിൽ നീ തിരികെ ദേവലോകത്ത് പ്രവേശിക്കുക, ഇല്ലെങ്കിൽ ശിക്ഷ കഠിനമായിരിക്കും. പിന്നെ ശിക്ഷ ഞാൻ ഇവിടെ വന്നേ ഉള്ളൂ. മറ്റേ കേസ് ഞാൻ വിളിച്ചു പറയാൻ കേട്ടാ. ഗന്ധർവ വേണ്ടളിയാ. എപ്പോ അമ്മ ഒരു കാര്യത്തിന് വന്നാണ് അപ്പൊ മേളിൽ നിന്ന് വിളിവരുമെന്ന് വിശ്വാസമായി. ഇപ്പൊ ഗന്ധർവനെ എങ്ങനെ വിശ്വസിപ്പിക്കാനാണ്? ഇങ്ങനെയല്ല ഗന്ധർവൻ. ഇതെങ്ങനെയാണ്? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്നാണ് ഈ പറയണത്? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? മേലേക്കാവില് പൂരത്തിന്, പിന്നെ പറമ്പിൽ വെച്ചിട്ട്. ഉച്ചപ്പറമ്പ് ഞാൻ വരാറില്ല, ഞാൻ സിംഗിൾ കേസ് അറ്റൻഡ് ചെയ്യുള്ളൂ. അല്ല വന്നിട്ടുണ്ട്. ഇല്ലെന്ന്, ഞാൻ വന്നിട്ടില്ലെന്ന്. പക്ഷെ അന്ന് ഡ്രസ് ഇട്ടത് വൈറ്റ് ജുബ്ബ, വൈറ്റ് പാന്റ്, വൈറ്റ് ഷൂ, വൈറ്റ് വാച്ച്. മറ്റേ ഗാനഗന്ധർവൻ യേശുദാസ്. ഇത് യഥാർത്ഥ അല്ല ആണെന്ന്. അത് ആനവിളക്ക് വന്നു പുള്ളി അവിടെ. പുള്ളി അതിനെ കുറിച്ചൊക്കെ ഒരു വിശ്വാസം ഇല്ല, എന്ത് ചെയ്യാനാണെന്ന്. ഇതെന്താ? ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തേക്കട്ടെ, ക്യാപ്ഷൻ ഇടാം. റോക്കിംഗ് വിത്ത് സെലിബ്രിറ്റി മൈ വർക്ക് സൈറ്റ്. ഓക്കെ, ഇപ്പൊ എന്നെ വിശ്വാസമായ? ഇതെനിക്ക് വിശ്വാസമൊന്നുമില്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഒരു ഗന്ധർവനെ വിശ്വസിക്കും നിങ്ങൾ? ഇത് എന്തെങ്കിലും പറ. ഇത് അതെ, എനിക്കൊരു കൂട്ടുകാരി ഉണ്ട്, അവള് തീരുമാനിക്കട്ടെ. അവള് റിയൽ ആയിട്ട് ഗന്ധർവനെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ആ ഉണ്ട്. സലീമേട്ടാ, ഞാൻ ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് വരാം അല്ലേ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇപ്പൊ വരാം, അവിടെ നിൽക്കും, കാണിച്ചുതരാം. ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഗന്ധർവനെ? കണ്ടിട്ടില്ല. ഇല്ല ഇപ്പൊ കണ്ടോ? നീ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയരുത്. അങ്ങനെ എല്ലാവർക്കും നമ്മളെ ഈ പുരുഷന്മാർക്കും കാണാൻ പറ്റുമോ ഗന്ധർവനെ? ഇപ്പൊ കാണാനല്ല, ഞാൻ പിന്നെ എല്ലാ ലേഡീസ് ആയതുകൊണ്ട് ഒരു സിംഗിൾ പുരുഷനല്ലേ ഉള്ളൂ. അല്ല, ഇരയൊന്നും കിട്ടാത്ത ദിവസം ഉണ്ടാവോ? ചില ദിവസം. അപ്പൊ എന്ത് ചെയ്യപ്പാ? അപ്പൊ എന്ത് ചെയ്യാനാ? കടപ്പുറത്ത് ഒരു കാറ്റുള്ളൂ. എന്താന്നേ? നിനക്ക് തിരിച്ചു വരുന്നതിനുള്ള സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നീ നിന്റെ ജോലികൾ തുടങ്ങുക. ഓക്കെ ഞാൻ വന്നടാ കേട്ടാ. ഓക്കെ. ഇത് ബസ് സ്റ്റാൻഡ് പോലെയാണോ ഓരോ പ്രൈവറ്റ് ബസ്സുകൾ? അതുപോലെ അവര് മേളിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കും. എന്ത് കഷ്ടമാണ്. ഇവിടെ വെയിറ്റ് ചെയ്യണ്ട, ആപ്പ കൊച്ചു സാധനത്തിന് എവിടെ കണ്ടിട്ടുണ്ടല്ലേ? കൊച്ചേട്ടാ. കൊച്ചേട്ടന്? ഇതത് തന്നെ പറ്റില്ലായിട്ടുള്ള. വീണ്ടും വന്നിരിക്കും. എങ്ങനെ വന്നത് ഇവിടെ? അത് ഞാൻ GPS നോക്കി വന്ന്. എന്റെ പൊന്നെ സമ്മതിക്കും, ഞാൻ ഒരിക്കൽ അറ്റൻഡ് ചെയ്ത കേസ് പിന്നെ അത് യൂസ് ചെയ്യാറില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ? ആ പാലച്ചോട്ടി എന്നോട് പാവയ്ക്കോട്ട് നോക്കിക്കൊണ്ട് വിളിച്ചാൽ മതി, വരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ട് ഓടിക്കളഞ്ഞല്ലേ. അത് ഞാൻ അവിടുന്ന് പെട്ടെന്ന് മുങ്ങാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എന്റെ കൂടെ വന്നേ. വരാൻ പറ്റും, ഞാൻ കൊണ്ടുപോകുമല്ലോ. ഗന്ധർവൻ ഒരു പ്രാവശ്യം ഒരാളോട് അത്രേ ഉള്ളൂ. അത് പറ്റത്തില്ല, എന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. പൊന്നു വെച്ച് ഇവിടെ നിന്ന് പോയി തന്നെ ഇവിടെ വേറെ കൊച്ചിനെ റെഡി ആയിക്കൊണ്ടിരിക്കും. പിന്നെ പറ്റത്തില്ല. എന്നോട് ഒത്തിരി കള്ളം പറഞ്ഞു കൊച്ചേട്ടൻ. ഗന്ധർവൻ കൊച്ചേട്ടൻ എന്നോട് പറഞ്ഞില്ലേ, കന്യകമാർക്ക് മാത്രമേ ഇങ്ങനെ കൊച്ചേട്ടനെ കാണാൻ പറ്റും. അതത്രേ ഉള്ളൂ, കന്യകമാർ മാത്രമേ എന്നെ കാണാൻ പറ്റൂ. അതുള്ള കാര്യം ഞാൻ പറയാം. എവിടെ ഗന്ധർവനെ കാണണമെങ്കിൽ കന്യകമാരായിരിക്കും. എന്നാ എന്റെ കുറെ കൂട്ടുകാരുണ്ട്, അവർക്ക് കൊച്ചേട്ടനെ കാണണമെന്ന് വലിയ ആഗ്രഹം. എടി എരമല്ലൂർ അമ്മിണി, വൈറ്റിലെ സരിതേ, ഇങ്ങോട്ട് ഓടി വാടി, അണ്ണനെ കാണാൻ. വിളിക്കണ്ട, പേര് കേട്ടപ്പോഴത്തെ മനസ്സിലായി അവർക്ക് ജന്മത്തന്നെ കാണാൻ പറ്റും. വിളിക്കണ്ട മോള് പൊക്കോ. കൊച്ചേട്ടൻ എന്റെ കൂടെ വരുന്നില്ലേ? ഞാൻ മനസ്സിലായി പൊക്കെ വരണം. ഇല്ല, ഞാൻ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞില്ല കൊച്ചു വീട് ആൾക്കാർ കാണുന്നു. അവരൊക്കെ ഞാൻ മരിയേല എന്നെ കൊണ്ടുപോകല്ല, ഞാൻ മരിയേല. സലീമേട്ടാ, ഞാനൊരു എന്റെ കൂട്ടുകാരി ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഗന്ധർവനെ കാണാൻ വേണ്ടി. കൂട്ടുകാരി വന്ന് എന്തോ സെറ്റപ്പായിട്ട് അവര് പോയി. ഇതൊക്കെ ഇപ്പൊ നിസ്സാര സമയമേ ഉള്ളൂ.
എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു അല്ലേ? പിന്നെ ഏ കൂട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും പോട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ പെർഫോമൻസിലോട്ട് പോവാം. റെഡി അല്ലേ? റെഡി. നിങ്ങൾ റെഡി അല്ലേ? നല്ല കൈയടിച്ചേ. ഉത്സവൻ സൂപ്പർ സ്റ്റാർ പ്രസന്റഡ് ബൈ ഈസ്റ്റി പവർഡ് ബൈ ക്യു&ലി ഇന്നോവേർ. സലീമേട്ടാ, എന്തോ ഇനി വരുന്നത് ഒരു കൊച്ചു സുന്ദരിയാണ്. ഓ പക്ഷെ ആ കൊച്ചു സുന്ദരിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ഓ അത് നമുക്ക് വന്നിട്ട് ചോദിക്കാം. പക്ഷെ ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട്. സ്പെഷ്യൽ എന്താന്ന് എന്നോട് ചോദിക്കണ്ട, ഞാൻ പറഞ്ഞു തരൂല. വേണ്ട പറയണ്ട. പറയണ്ട? അല്ല അറിയാലോ അത്. ആ പെൺകുട്ടി പറയുമല്ലോ. ഓക്കെ, അപ്പൊ ഞാനത് വിട്ടു. അപ്പൊ എന്തായാലും ആ സ്പെഷ്യൽ എനിക്കും കൂടി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ വന്നിട്ട് ബാക്കി ഞാൻ സംസാരിക്കാം. അപ്പൊ നമുക്ക് ആ പ്രോഗ്രാമിലോട്ട് പോയാലോ? തീർച്ചയായും. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം റോസ്മരിയ. എൻ്റെ പേര് റോസ്മരി സെബാസ്റ്റ്യൻ. കോമഡി ഉത്സവത്തിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിഥുൻ ചേട്ടൻ്റെ ചിത്രം വരച്ച് അത് വൈറലായപ്പോഴാണ് ഞാൻ കോമഡി ഉത്സവത്തിൽ വന്നത്. കോമഡി ഉത്സവത്തിൽ വന്ന ശേഷം എനിക്ക് മഞ്ജു വാര്യർ ചേച്ചിനെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ അവസരം കിട്ടി. ഇപ്പം ഞാൻ ഉത്സവം സൂപ്പർ സ്റ്റാറിലാണ് വന്നിരിക്കുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.
എന്തായിരുന്നു, റോസാപ്പൂ പോലെ ഉണ്ടായിരുന്നു കാണാൻ. അസൽ പെർഫോമൻസ് ആയിരുന്നു. സലീമേട്ടാ പറയൂ. എന്താ പറയാ, അതിഗംഭീരം. Yes. ഇൻട്രോഡക്ഷനിൽ പറഞ്ഞപ്പോ തന്നെ ആ. ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ അടിച്ച് പൊളിക്കുമെന്ന് ഇവിടെ. പക്ഷെ പെർഫോമൻസിന്റെ ഇതിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുണ്ട്, വെച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ അതിന് മുമ്പേ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. എന്താണ് പുതിയ വിശേഷങ്ങൾ? കോമഡി ഉത്സവത്തിൽ പോയി. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ചിത്രപ്രദർശനം നടത്തിയിട്ടുണ്ട്. നിയമസഭയിൽ 151 MLA ചിത്രപ്രദർശനം നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ. കോമഡി ഉത്സവത്തിൽ വരാൻ കാരണം നമ്മുടെ മിഥുൻ ചേട്ടന്റെ ചിത്രം ഞാൻ വരച്ച് SB-ലിട്ടു. അപ്പം അത് വൈറലായി. അങ്ങനെ ഞാൻ കോമഡി ഉത്സവത്തിൽ വന്നത്. സലീമേട്ടാ, ഗിഫ്റ്റ് കൊടുക്കാൻ ഇങ്ങോട്ട് വരണം. എന്തായാലും വരണം. ഓക്കെ. എന്താണ്? ഒന്നുമില്ല, തന്നെ നോക്കണം. എന്താണ്? സൗന്ദര്യം കൊണ്ട്. സൗന്ദര്യം കണ്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? എല്ലാം അടിപൊളിയായി തകർത്തു അല്ലേ? റോസ്മേരി എന്ന് പേരുള്ളവരൊക്കെ തകർപ്പനായി പോയി. ഞാൻ കണ്ടുള്ള റോസ്മേരിമാരൊക്കെ അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. ഇതങ്ങോട്ട് കൊടുക്കണ്ടേ? ഇത് ഞാൻ കൊടുത്തോളാം. സലീമേട്ടൻ കൊടുക്കണ്ട, വരില്ല. അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്താലോ? സലീമേട്ടൻ എപ്പോഴും നമ്മളല്ലേ ഗിഫ്റ്റ് കൊടുക്കുക, നമുക്ക് ഗിഫ്റ്റ് മേടിക്കാം അല്ലേ? റോസ്മേരി കൊടുത്തോളൂ. അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും കേട്ടാ. അത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യും, തീർച്ചയായിട്ടും. അത് ഞാൻ വളരെ സുന്ദരനായിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലേ? Thanks, നാളെ വൈറലാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഒരു വലിയ നർത്തകിയും ഒരു വലിയ ചിത്രകാരിയുമായി മാറട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സലീമേട്ടാ, എനിക്ക് ഒരാഗ്രഹമുണ്ട്. ആഗ്രഹം പറയുന്നതിന്റെ മുന്നേ ഇവിടെ വേറൊരു കാര്യം തീരുമാനമാവണം. എന്താണ് ആഗ്രഹം? ഞാൻ അറിഞ്ഞു അവിടെ അത് വൈറലായി, മിഥുൻ ചേട്ടന് വൈറലായി. പക്ഷെ ഞാൻ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇത് ആഗ്രഹം നടക്കാനുള്ള പരിപാടിയല്ലേ? അല്ല, ഉറപ്പാണ്. അപ്പൊ ആഗ്രഹം പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ലാലേട്ടന്റെ പുതിയ സിനിമയിലെ ഒടിയൻ. അപ്പൊ ഒടിയൻ ഇടുക്കിയിൽ എന്ന എന്റെ ഭാവന ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് നേരിട്ട് ലാലേട്ടന് കൊടുക്കണമെന്നുണ്ട്. ഭയങ്കര ആഗ്രഹം. കൊടുക്കാൻ നമുക്ക്. ഞാൻ ഉറപ്പ് വരുന്നു ലാലേട്ടനെ ആ ചിത്രം കൊടുക്കാനുള്ള സംഭവം. അപ്പൊ ഇനി പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷം മഞ്ജു വാര്യർ ചേച്ചിനെ കാണാൻ പറ്റി. പിന്നെ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഏത് ആൽബത്തിലാണ് അഭിനയിച്ചത്? ഇപ്പൊ പുതിയതാണ് മയിൽപ്പീലിയും പുസ്തകത്താളും എന്ന. അപ്പം കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷം അത് കണ്ടിട്ട് കുറെ ആൾക്കാർ ഇനി പോകുമ്പോ ഒരു ഹായ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സലീമേട്ടാ, ഒരു വലിയ ഹായ് കൊടുക്കൂ. രാജാക്കാടല്ലേ? അതെ, രാജാക്കാടിലുള്ള റോസ്മേരിയുടെ എല്ലാ ഇന്റിമേറ്റ്സിനും ഹായ്. താങ്ക് യു. ഇപ്പൊ ഞങ്ങള് കോതമംഗലത്താ താമസിക്കുന്നത്. അപ്പൊ അവിടെ ഹായ് കൊടുക്കണോ? അവിടെ ഹായ് കൊടുത്തത്. അപ്പൊ കോതമംഗലത്തുള്ള റോസ്മേരിയുടെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും ഹായ്. റോസ്മേരി, പുതിയ പ്രോഗ്രാംസ് ഒക്കെ വന്നു തുടങ്ങിയോ? പുതിയ പ്രോഗ്രാംസ് കുറെ എണ്ണം കിട്ടി. പിന്നെ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. URF ഫാഷൻ റെക്കോർഡ് 1, പിന്നെ ടോപ്പ് ടാലന്റ് അവാർഡ് 2, പിന്നെ ഉജ്ജ്വല ബാലത്തിന്റെ 2017 സമ്മാനം. പിന്നെ ഞാൻ 4500 ചിത്രം വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഡാൻസിലും പാട്ടിലും ഉണ്ട്. സർവകലാ പ്രതിഭയാണ്. റോസ്മേരിക്ക് സ്റ്റിൽസിന്റെ ഒരു അടിപൊളി സമ്മാനം കൂടെ ഉണ്ട്. അടുത്തതായിട്ട് വരുന്ന ഒരു കിടിലൻ തകർപ്പനാണ്. തകർപ്പനല്ല, അതിലപ്പുറം എന്താ പറയാ, ഒരു അടിപൊളി
സൂപ്പർ പെർഫോമൻസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്താലോ? നമുക്ക് സ്വാഗതം ചെയ്യാം സുമേഷ് കൂട്ടിക്കൽ. ഹായ്, നമസ്കാരം. ഞാൻ സുമേഷ് കൂട്ടിക്കൽ. കോമഡി ഉത്സവത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിഞ്ഞത് എൻ്റെ ലൈഫിലെ തന്നെ ഒരു ഗിഫ്റ്റ് ഓഫ് ഗോഡായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. മാത്രമല്ല, ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന 5ഓളം മലയാള സിനിമകൾക്ക് സംഗീത സംവിധായകനായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു.
അടിപൊളി, തകർത്തു അല്ലേ സലീമേട്ടാ? അടിപൊളി അടിപൊളി. സുമേഷ് എവിടെയാ വീട്? എവിടെയാ? എൻ്റെ വീട് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി. എന്ത് ചെയ്യുന്നു? ഇത് തന്നെയാണ്. ഞാൻ മ്യൂസീഷ്യനാണ് സാർ. ട്രൂപ്പുകൾ വല്ലതും ഉണ്ടോ? ട്രൂപ്പുകൾ എനിക്ക് സ്വന്തമായിട്ട് ബാൻഡുണ്ട്, അഗ്നോസ്റ്റിക് മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട്. കൊച്ചിയിലാണോ മുണ്ടക്കയത്താണോ? കൊച്ചി ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആള് പ്രൊഫഷണലാണ്. പിന്നെ ദാസാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സോങ് അല്ലേ? ദാസാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ 2016 ഐക്കൺ നാഷണൽ അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്. മാത്രല്ല ആള് 150 സോങ്സ് ആണ്, 850 അല്ലേ? 850 സോങ്സ് ആണ്, പല ഭാഷകളിൽ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട്. സാർ ആക്ച്വലി നമ്മൾ റോളണ്ടിൻ്റെ പുതിയൊരു കീറ്റാർ അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ശരിക്കും നമ്മൾ വിദേശത്തുനിന്ന് വാങ്ങിയതാണ്. അത് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഷോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതാണോ? ഇതല്ല, ആ കീറ്റാർ ഇതിലല്ലേ പൂത്തിലേക്ക് എത്തിയത്? അതെ അതെ. മറ്റേ ഡൈനാമിക് പോട്ട് വരികയല്ലേ? അതിൻ്റെ ഒരു പ്രത്യേകത കാണുമ്പോൾ അറിയാം. നമുക്ക് സാധാരണ കീബോർഡ് അല്ലെങ്കിൽ കീറ്റാർ എന്ന് പറയുമ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കീസ് ആണ് ഉള്ളത്. അത് ഫുൾ ബ്ലാക്ക് കീസ് ആണ്. അപ്പൊ അങ്ങനെ തിരിച്ചറിയത് അത് വളരെ ഡിഫിക്കൽട്ടാണ്. നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ സാധാരണ ഈ കറുപ്പും വൈറ്റുള്ള അല്ല, കറുപ്പും വെളുപ്പുള്ളതാണോ ഞാൻ വായിച്ചു പഠിച്ചേക്കാം. ഇതൊക്കെ എപ്പോ ഒരു വെല്ലുവിളിക്ക് തയ്യാറാണോ ഇപ്പോ? അല്ല, ഇപ്പൊ ഇത് ഒറ്റ ഇതാണല്ലോ, കറുപ്പ് മാത്രമേ ഉള്ളൂ. എന്റെ കൈയും കറുപ്പായിട്ട് മൊത്തത്തിൽ കറുപ്പായി പോകും. സുമേഷ്, ഇനി എന്താണ് സ്പെഷ്യൽ? എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ കൂടെ? ഞാൻ കീറ്റാറിലൊരു പെർഫോമൻസ് ചെയ്താൽ നിങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യുമോ? ഒരാഗ്രഹമുണ്ട്. ഞാൻ ചെയ്യാം. നേരത്തെ വെല്ലുവിളിച്ചല്ലേ? ഞാൻ ചെയ്യില്ല. നേരത്തെ അല്ലേ പറഞ്ഞു ഞാൻ ഡയറ്റാണ് ഡാൻസ് ചെയ്യുന്നൊക്കെ. അത് പിന്നീട്, ഇപ്പൊ പറ്റില്ല. അപ്പൊ അടുത്തേല് അപ്പൊ ഞാൻ കൂടെ ചെയ്യാം. ഒരു അടിപൊളി സമ്മാനമുണ്ട്. സ്റ്റിൽസിന്റെ ഗിഫ്റ്റ് ആണ്. ഓക്കെ, ഹലോ സാറേ, നമസ്കാരം. സിനിമ കാണുമ്പോൾ തന്നെ അല്ല പൊക്കവും കറുപ്പും അടിപൊളി സൂപ്പർ.
അതെ മേഡം നമസ്കാരം. നമസ്കാരം. ഈ ഷോയിൽ കാണുമ്പോൾ തന്നെ നല്ല ചന്തം. ഇവിടെ അവിടെ ഇവിടെ അടുത്താണല്ലേ? അതെ ഞാൻ വന്നതേ ഈ തലയിൽ കിരീടം ചൂടി ഗന്ധർവൻ എന്ന പേരും പറഞ്ഞു ഇവിടെ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന ആരെങ്കിലും കണ്ടായിരുന്ന? ഇവിടെ കണ്ടായിരുന്ന? എന്റെ പൊന്നു മേഡം നല്ലൊരു ഷോ നടക്കുന്ന സ്ഥലത്ത് വെച്ചു ഇതൊന്നും കണ്ടില്ല കാട്ടില്ല നടിച്ച് നിങ്ങൾ എന്തോ ആൾക്കാർ നിങ്ങള് ആ പുള്ളിയെ കൈയോടെ ഞാൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നീങ്ങടാ, ഇങ്ങോട്ട് നീങ്ങടാ. അയ്യോ ഇതെന്ത് പറ്റിയത്? അറസ്റ്റ് ചെയ്ത് ഉറക്കെ പറയടാ. അറസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോ അറസ്റ്റ് ചെയ്തെന്ന്. എന്റെ സാറേ ഞാൻ നോക്കിയപ്പോഴല്ലോ ഇരുട്ടത്ത് രണ്ടുപേരും അവിടെ ഇരിക്കുന്നു. നോക്കി കുറച്ച് കഴിയുമ്പോ പാട്ട് പാടുന്നു. അതെ ചതിച്ചതാ. ആര്? ഈ റിഫ്ലക്ടറെ അത് ഓഫ് ചെയ്യാൻ മറന്നു. രാത്രി അതിന്റെ വെട്ടത്ത് ഇങ്ങനെ കണ്ടു. ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ നീ തിരിഞ്ഞു പിരിഞ്ഞു നോക്കണ്ട, അവളെ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കാൻ അവളെ കെട്ടടാ. നീ ഗന്ധർവന്മാരാ കല്യാണം കഴിക്കില്ല. ഗന്ധർവൻ അതൊന്നും നോക്കല, കെട്ടടാ അവളെ. സാറേ ഗന്ധർവന്മാര് കല്യാണം കഴിക്കൂല, കല്യാണം കഴിച്ചിട്ടില്ല അവര്. കല്യാണം കഴിക്കത്തില്ല. ഗന്ധർവ എന്ന് പറഞ്ഞാൽ അതാണ്. ആര് പറഞ്ഞു? കന്യകമാർക്ക് അവിടെ ചെന്നൊന്ന് ഒരു എനിക്ക് അതൊന്നും അറിയണ്ട. നീ അവളെ ഇപ്പൊ തന്നെ കെട്ട, ഇല്ലെങ്കിൽ കെട്ടടാ. സാറേ നടക്കൂല. അത് ഞാൻ എങ്ങനെ കെട്ടും? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി വീട്ടുകാരെ വിളിച്ചിട്ട് വരാം. വീട്ടുകാരെ വിളിച്ചിട്ട് നീ എങ്ങനെ പോകുന്നു? ഞാനൊരു കാര്യം ചെയ്യാം, ലാസ്റ്റ് കാറ്റിന് പോയിട്ട് രാവിലത്തെ വെളുപ്പിന്റെ കാറ്റിന് ഇങ്ങ് വരാം. എടാ നീ അവളെ കെട്ടിയില്ലെങ്കിൽ നിന്റെ കാറ്റ് ഞാൻ ഊരും കേട്ടാ. സാറേ എനിക്കത് വീട്ടുകാരൊക്കെ വരേണ്ടത് കെട്ടാൻ പറ്റുമോ? നീ അവളെ കെട്ടിയേ പറ്റുള്ളൂ. മാലയില്ലല്ല. മാലയെല്ലാം ഞാൻ കൊണ്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ എടുത്തോണ്ട് വരാം. ഗന്ധർവന്റെ ജീവിതത്തിൽ ആദ്യം പറ്റിക്കാനാണ് എന്നെ പറ്റിക്കണം. മാലയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മാല ഇനി എന്നാ നോക്കിയിരിക്കോ? കെട്ട് കൊച്ചാട്ടാ, കെട്ട് അങ്ങോട്ട് കെട്ട്, കാര്യങ്ങൾ നടക്കട്ടെ. നിനക്ക് ഗന്ധർവൻ എന്ന പേരും ചമഞ്ഞ് നീ പെണ്ണുങ്ങളെ പറ്റിപ്പനാണ് നിന്റെ ജോലി. കെട്ടടാ കെട്ടടാ മാലി. ഞാനിത് താനിത് എങ്ങനെ ഇടും? കുഴപ്പമില്ല, കൊല്ലിട്ടാടാ നന്നായി സുഖമായിട്ട് ജീവിച്ചോ കേട്ടാ. കേരളത്തിലേക്ക് വരാൻ തയ്യാറായിരിക്കുന്ന ഗന്ധർവന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇങ്ങോട്ട് വരല്ലേ, ഇവിടെ ആകപ്പാട് കുളമായി കിടക്കുകയാണ്. ഇവിടെ വന്നാൽ ഉപ്പാട് വന്നു പോകും അളിയാ. കൊച്ചേട്ടാ സലീമേട്ടാ, ഓ എന്തൊക്കെ കാണണം നമ്മള്. അതെ. പക്ഷെ ഞാൻ ആലോചിച്ച എന്താ അറിയോ, സത്യത്തിൽ ഒരു ഗന്ധർവനെ കണ്ട ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു, അതങ്ങോട്ട് തീർന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഗന്ധർവനും പോയി, പോലീസുകാരനും പോയി, എല്ലാരും പോയി. നമ്മൾ രണ്ടുപേരും ഉള്ളു പോവാൻ. പോയാലോ അല്ലേ? അടുത്ത എപ്പിസോഡില് വരുന്നവരെ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് പോവാം. അപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾ വൈൻഡപ്പ് പറയാണ്. ഉത്സവൻ സൂപ്പർ സ്റ്റാർ പ്രസന്റഡ് ബൈ ഈസ്റ്റി, പവർഡ് ബൈ QLE Innovate. സൈനിങ് ഓഫ് ദിയ ആൻഡ് സലീമേട്ടൻ.